ഹായ് ഗൈസ്, നമുക്കിന്നൊരു പാലട പായസം ഉണ്ടാക്കിയാലോ? ഞാൻ അതിനെ എടുത്തേക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ റൈസ് പാലട പാക്കറ്റാണ്. ഇതിലവർ എഴുതിയേക്കുന്നത് 200 ഗ്രാമിൻ്റെ ആണ്. അത് 25 പേർക്ക് സെർവ് ചെയ്യാമെന്നാണ് എഴുതിയേക്കുന്നത്. നമ്മുടെ വീട്ടിൽ അത്ര പേരില്ലാത്തത് കൊണ്ട് ഒരു 100 ഗ്രാമിനാണ് എടുത്തേക്കുന്നത്. അത് നല്ല ചൂടുവെള്ളത്തിലിട്ട് ബട്ടർ ഇട്ട് മൂടി വയ്ക്കുകയാണ്. നെക്സ്റ്റ് പരിപാടി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് പഞ്ചസാര ഇടാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അതൊരു ബ്രൗൺ കളറാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് പാൽ ഒഴിക്കാം. പാല് ഞാൻ 1.5 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. 200 പേർക്ക് 3 ലിറ്റർ എന്ന രീതിയിലാണ് അവിടെ മെൻഷൻ ചെയ്തിരുന്നത്. ഞാനപ്പോൾ 100 എടുത്തത് കൊണ്ട് 1.5 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ പാലും കാരമലൈസ് ചെയ്തതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്യണം. ചിലപ്പോൾ അത് അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മൾ മുൻപ് എടുത്ത് വെച്ചിരുന്ന ആ പാലട അത് ഞാനൊരു ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വീഡിയോകളിലൊക്കെ കണ്ടപ്പം ഫുൾ കുക്കായിട്ട് എടുക്കണമെന്നാണ് ഞാൻ കണ്ടിരുന്നത്. അതിനുശേഷം നമുക്ക് അതിലത്തെ വെള്ളം കളഞ്ഞ് തണുത്ത വെള്ളം ഒഴിച്ച് വെക്കാം. കാരണം അത് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഫോൺ നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗ്യാസ് ഇങ്ങനെ തിളച്ച പാലിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അട ഇട്ട് കൊടുക്കുക. തിളച്ച പാലിലേക്ക് തിളക്കല്ല, നന്നായിട്ട് കുറുകി വന്ന പാലിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുറുകിയതിന് ശേഷം മണത്തിനായിട്ട് നമുക്ക് ചതച്ച ഏലക്കയും നെയ്യും ആക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് നമുക്കത് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പായസം റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.